കോൺഗ്രസ് പാർട്ടിക്ക് 60 കൊല്ലം കൊണ്ട് സാധിക്കാഞ്ഞത് തങ്ങൾ 5 കൊല്ലം കൊണ്ട് സാധിച്ചു എന്നാണ് BJP അവകാശപ്പെടുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ തിളങ്ങുകയാണ്. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി 60 കൊല്ലം കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ശ്രീ നരേന്ദ്രമോദി 10 കൊല്ലം കൊണ്ട് ഇന്ത്യയ്ക്ക് വരുത്തിയ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്താണ് എന്നൊക്കെ തരത്തിലുള്ള ധാരാളം വാർത്തകൾ, ഒരുപാട് മാധ്യമങ്ങളിലൂടെയുള്ള തള്ളലുകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ ഒരുപാട് വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, അതായത് ശ്രീ നരേന്ദ്രമോദി വന്ന ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായ അഭൂതപൂർവമായ വളർച്ചയും മാറ്റവും ലോക നിലവാരത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പും ഒക്കെ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. വീഡിയോ നമ്മുടെ രാജ്യത്തു കൂടി ഓടുന്ന ഒരു ട്രെയിനിൻ്റെ ഉൾവശത്തെ അല്പം ദൃശ്യങ്ങൾ മാത്രമാണ്. ഞാൻ ഈ വീഡിയോ വെട്ടിക്കുറച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ചകൾ, ആ ട്രെയിനിൻ്റെ അവസ്ഥ എനിക്ക് ഈ ചാനലിലൂടെ കാണിക്കാൻ പറ്റില്ല. കാരണം യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മനം പുരട്ടലോ അസ്വസ്ഥതയോ ഉണ്ടാക്കാൻ പാടില്ല എന്ന്. ഞാൻ ആ വീഡിയോ, അതായത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്ന ആ ട്രെയിനിൻ്റെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥ നിങ്ങളെ ഇവിടെ എനിക്ക് യൂട്യൂബ് വഴി കാണിക്കാൻ പറ്റാത്തത്, യൂട്യൂബ് പോലും അത്തരത്തിലുള്ള അവസ്ഥ കാണുന്നത് തന്നെ ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ കാഴ്ച കാണുകയല്ല, അത് അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ കുറേ കാലമായിട്ട്, ഞാൻ നേരത്തെ ദുബൈയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 10-15 കൊല്ലത്തിലേറെ അവിടെ ജോലി ചെയ്തു. ആ സമയത്തൊന്നും തന്നെ ഞാൻ നമ്മുടെ രാജ്യത്തെ ട്രെയിനുകളിലൂടെ സഞ്ചരിച്ചിട്ടില്ല എങ്ങും തന്നെ. ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേലും പോകണമെന്നുണ്ടെങ്കിൽ കാറിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ 2 തവണ എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. ഒന്ന് ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പ്, ഇപ്പോൾ പോയത് 2 ദിവസം മുമ്പാണ്. അങ്ങനെ 3 ആഴ്ച മുമ്പ് ഞാൻ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂർ വരെയാണ് എൻ്റെ യാത്ര. 2 മണിക്കൂർ നേരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ അന്ന് കയറിയ ട്രെയിൻ ഗുരുദേവ് എക്സ്പ്രസ് എന്ന് പറയും. ഗുരുദേവ് എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കയറിയത്. അങ്ങനെ അതിൽ കയറി അതിനകത്തെ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനം പുരട്ടലുണ്ടായി. അത്രയ്ക്ക് മലീമസമായ രീതിയിലാണ് അതിൻ്റെ ഉൾവശം. മുഴുവൻ കച്ചട അഴുക്കും വേസ്റ്റുമൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ ബാത്റൂമിലേക്കൊന്ന് പോകാൻ വേണ്ടി ഒരു ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ അപ്പോൾ തന്നെ ഡോർ അടച്ചു. ഞാനതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണിച്ചിട്ടില്ല എന്നുള്ളത്. അത്രയ്ക്ക് മലീമസമായിട്ട് എനിക്ക് പറയാൻ തന്നെ അറപ്പാണ്. കിടക്കുകയാണ് ബാത്റൂം. അപ്പുറത്തെ ബാത്റൂം തുറന്നു നോക്കി, അതിനേക്കാൾ ശോച്യമായ അവസ്ഥയിലാണത്. ഞാൻ 2 മണിക്കൂർ നേരം ആ ട്രെയിനിൽ ചെങ്ങന്നൂർ വരെ യാത്ര ചെയ്തത് കൂടെ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ്. കള്ളം പറയാവല്ല, അതിശയോക്തിയല്ല. നിരന്തര ദുർഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമായ ദുർഗന്ധം സഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അത് ഗുരുദേവ് എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ കരുതി ഒരു പക്ഷേ ഗുരുദേവ് എക്സ്പ്രസ് അല്ലേ, ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കരുതി ഞാൻ അതിനെ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ ഈ 2 ദിവസം മുമ്പ് വീണ്ടും എറണാകുളത്ത് പോയി തിരികെ വരാൻ നേരം മറ്റൊരു ട്രെയിനിലാണ് വന്നത്, വിവേക് എക്സ്പ്രസ്. നേരത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയുള്ള ദുരനുഭവം കൊണ്ട് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഒരു റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കയറിയത്. അതിലിരുന്നു. ആ കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ
ഞാൻ കരുതി ഇത് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആണോ അതോ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണോ. കാരണം ഈ ട്രെയിനിൻ്റെ ഉള്ളിലും അന്ന് ഞാൻ കണ്ട ഗുരുദേവ് എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിനേക്കാൾ അധികമായിട്ട് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. കമ്പാർട്ട്മെൻറ്റ് നിറയെ മാലിന്യം. ഞാൻ ഈ ട്രെയിനിൻ്റെ ബാത്റൂമിലേക്ക്, ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോ ഇപ്പോൾ വന്ന വിവേക് എക്സ്പ്രസിൻ്റെ ഉള്ളിലെ ചില സീനുകളാണ്. ഞാൻ ഈ ട്രെയിനിൻ്റെ ബാത്റൂമിൽ നിന്ന് കയറി. ഗുരുദേവ് എക്സ്പ്രസിൽ കയറിയതിനേക്കാളും മോശമായ വൃത്തികെട്ട അവസ്ഥയിലാണ് ഈ ട്രെയിനിൻ്റെ എല്ലാ ബാത്റൂമുകളും. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. എല്ലാ ബാത്റൂമുകളും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം മലീമസമായി കിടക്കുകയാണ്. 35 കൊല്ലം മുമ്പ് ഞാൻ ഡൽഹിയിലോട്ടൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ അന്ന് പോലും ഞാൻ ട്രെയിനുകളിൽ കണ്ടിട്ടില്ലാത്ത അത്ര ശോച്യമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തു കൂടി ഓടുന്ന, നമ്മുടെ നാട്ടിൽ കൂടി ഓടുന്ന ട്രെയിനുകളിലെ സാഹചര്യം മാറിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയെ ലോക നിലവാരത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞത് ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഓടുന്നു വരെ നിങ്ങൾക്കറിയാം. ഇവിടുത്തെ പണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നോക്കി നടത്താൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. എത്ര കാലം അതും അങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു വന്ദേ ഭാരത് ട്രെയിനിൽ എത്ര പേര് യാത്ര ചെയ്യും, എത്ര പേര് യാത്ര ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലെ ഭൂരിപക്ഷം സാധാരണക്കാർ യാത്ര ചെയ്യുന്നത് ഇതുപോലെയുള്ള ട്രെയിനുകളിലാണ്. ഇതുപോലെയുള്ള ട്രെയിനുകളിൽ ഒരു വ്യക്തിക്ക് ദുർഗന്ധം സഹിച്ചുകൊണ്ടല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് അതിൻ്റെ ബാത്റൂമുകളിലേക്ക് കയറാൻ പോലും പറ്റില്ല എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ പുരോഗമിച്ചു, നമ്മുടെ രാജ്യത്തിന് എന്ത് മാറ്റമുണ്ടായി എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മുമ്പിലേക്ക് വലിയ വലിയ കാര്യങ്ങളുടെ പരസ്യം വരികയാണ്. പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വന്ദേ ഭാരത് ശരിയായ രീതിയിൽ വൃത്തിയോടുകൂടി ഓടുമ്പോൾ ബാക്കി 99 ട്രെയിനുകൾ അങ്ങേയറ്റം വൃത്തികെട്ട അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത പരുവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. നമ്മൾ ആ ഒരു വന്ദേ ഭാരത് മാത്രമേ കാണുന്നുള്ളൂ. ആ വന്ദേ ഭാരതിൽ ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന് കയറാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് വലിയ ചാർജാണ്. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളെ എത്രയധികം കബളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കപട അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധവുമില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കുന്നു, ഇന്ത്യ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മളതൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റിയെടുത്തു. ഇന്ന് ഇന്ത്യ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ പറയുകയാണ്, വിദേശത്ത് നിന്നും ഒരു വ്യക്തി വന്ന് ഞാനിപ്പോൾ യാത്ര ചെയ്ത ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു വട്ടം കയറിയാൽ അയാൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കിട്ടുന്ന ഒരു ചിത്രം എന്തായിരിക്കും? 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം കയറിയ വഴിക്ക് തന്നെ റെയിൽവേ ചാർജ് കൂട്ടിയിരുന്നു. അതിനു മുമ്പിരുന്ന UPA സർക്കാർ 10 കൊല്ലമായിട്ട് റെയിൽവേ ചാർജ് കൂട്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ നരേന്ദ്രമോദി കയറിയപ്പോൾ തന്നെ റെയിൽവേ ചാർജ് കൂട്ടി, പിന്നീട് പലതവണ കൂട്ടി. കൂട്ടുന്ന സമയത്ത് അദ്ദേഹം ന്യായമായിട്ട് പറഞ്ഞത് ഞാൻ ഇന്ത്യൻ റെയിൽവേയെ ലോക നിലവാരത്തിൽ എത്തിക്കുമെന്നാണ്. ഞാനും പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറിയ ശേഷം ട്രെയിനിൽ കയറാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. ഉണ്ടായ സമയത്ത് എനിക്ക് നമ്മുടെ ലോക നിലവാരം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു. കഷ്ടകാലത്തിന് ദുബൈയിൽ കൂടി പോയി അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ലോക നിലവാരം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റെയിൽവേ ചാർജ് കൂട്ടിയിട്ട് നമ്മുടെ റെയിൽവേ ലോക നിലവാരത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി ഇത്തരത്തിലാണ് ഇന്ത്യയിലെ സാധാരണക്കാർ യാത്ര ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അറിയുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അവർ ഓടിക്കുന്ന ട്രെയിനുകൾ വൃത്തിയായിട്ട് ഓടിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചില ആൾക്കാർ ഈ കയറുന്ന ആൾക്കാർക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയും. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ദുബൈ പോലെയുള്ള നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. അവിടെ എന്തുകൊണ്ട് അവർ വൃത്തികേട് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ അവിടെ മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ട്? അപ്പോൾ ഇവിടെയും അത് സാധിക്കും. ഇവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും. പക്ഷേ വേണമെന്ന് വെക്കണം. ഇവിടെ വാചകപ്പടി മാത്രമേ നടക്കുന്നുള്ളൂ. നരേന്ദ്രമോദി ഇന്ത്യയെ ഉയർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഈ അവസ്ഥ പഴയതിനേക്കാൾ ശോചനീയമായിട്ട് മാറിയെന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ റിയൽ ഇന്ത്യയെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പത്രങ്ങൾ വായിച്ചും TV കണ്ടും ഓരോരുത്തരുടെ പ്രഭാഷണം കേട്ടും ചില ചാനലുകാരുടെ തള്ളും കേട്ടിരുന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇന്ത്യയെ കാണാൻ പറ്റില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങി സഞ്ചരിക്കണം.
നമ്മൾ ഓരോരോ സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇന്ത്യ എവിടെ കിടക്കുന്നു എന്നുള്ളത്. ശ്രീ നരേന്ദ്രമോദി വന്നിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പരസ്യത്തിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹം പട്ടേലിൻ്റെ പ്രതിമ പണിഞ്ഞു. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. പട്ടേലിൻ്റെ പ്രതിമ കൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ല, അമ്പലം കൊണ്ട് ഗുണമില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞെങ്കിലും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയാതെ പിടിച്ചു നിർത്തിയ ഒരു മഹാത്മാവാണ്. അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് എല്ലാ ഇന്ത്യക്കാർക്കും 15 ലക്ഷം രൂപ വീതം ഞാൻ നൽകും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഇന്ത്യക്കാർക്ക് 15 ലക്ഷം കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ, GST ഏർപ്പെടുത്തി അവരുടെ പോക്കറ്റിൽ നിന്നും ഊറ്റാവുന്നിടത്തോളം പൈസ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ടാക്സുകൾ കൂട്ടി. ഇവിടെ പണക്കാരായിട്ട് മാറിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളുണ്ട്. ഒന്നര അദാനി ലോക കോടീശ്വരനായിട്ട് മാറി, അംബാനി വളർന്നു, അങ്ങനെ കുറച്ചേറെ പണക്കാർ വളർന്നു. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ, ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ കള്ളം പറഞ്ഞ് ഈ ജനങ്ങളെ പറ്റിക്കുന്നത് എത്ര ഹീനമായ കാര്യമാണ്. അതിലുപരി ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു, മണിപ്പൂരിൽ ഏതാണ്ട് 2-3 പേര് കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോഴും അവിടെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാർക്കും പോലീസുകാർക്കും ജനങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. അപ്പോൾ അവിടെ ഇപ്പോഴും കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന് റോഡ് ഷോ നടത്തുകയാണ്. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് വന്ന് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് റോഡ് ഷോ നടത്തുന്നു. ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ് കല്യാണത്തിന് പങ്കെടുക്കുക, റോഡ് ഷോ നടത്തുക. മണിപ്പൂരിലെ കലാപം ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ജാർഖണ്ഡിൽ ജനങ്ങൾ സമരം ചെയ്യണം, ആദിവാസികൾ. അവിടെ റിസർവ് ഫോറസ്റ്റ് ഏതോ മൈനിങ് കമ്പനികൾ കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു. ഏതാണ്ട് 4 ലക്ഷം മരങ്ങൾ വെട്ടിക്കളഞ്ഞ് എങ്കിൽ മാത്രമേ അവിടെ അവർക്ക് മൈനിങ് നടത്താൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ മൈനിങ് കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ട് ഇദ്ദേഹം എവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ ആ ഭാഗത്തോട്ടൊന്നും എത്തി നോക്കാതെ എവിടെയാണോ സുഖമായിട്ട് പോകാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. എന്നാൽ ജനങ്ങളോട് പറയുന്നത് ഞാൻ ഇന്ത്യയെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് യഥാർത്ഥ ഇന്ത്യയുടെ ഒരു ചിത്രമാണ്. ഇന്ത്യൻ റെയിൽവേക്ക് പോലും ഒരല്പം പോലും പുരോഗമനം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എറണാകുളത്ത് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പോയി, നിങ്ങൾക്കും വേണമെങ്കിൽ പോയി നോക്കാം. ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഏതാണ്ട് പകുതിയിലേറെ ഭാഗത്ത് റൂഫില്ല. നമ്മുടെ നാടാണ്, നിങ്ങൾക്കറിയാം, മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ട്രെയിനിൽ ആൾക്കാർ കയറാൻ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നനഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് കയറാൻ പറ്റൂ. അതിനുള്ള പരിഹാരം പോലും എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് വന്നത്? എവിടെയാണ് ഇന്ത്യ വളർന്നത്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ താഴോട്ടാണ് പോയിട്ടുള്ളത്. യഥാർത്ഥ ഇന്ത്യയുടെ ചിത്രം നമ്മൾ അറിയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് എവിഡൻസുകൾ കിട്ടും. അതുകൊണ്ട് എനിക്ക് സാധാരണ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ കപട വാഗ്ദാനങ്ങളും കപട സംസാരവും കേട്ട് വിഡ്ഢികളെ പോലെ ജീവിക്കരുത്. യാഥാർത്ഥ്യം അറിയാൻ ശ്രമിക്കുക. എന്താണ് റിയാലിറ്റി? ആ റിയാലിറ്റി അറിയാൻ ആരെങ്കിലും ഒരാളെങ്കിലും ശ്രമിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായിട്ട് ഒരു വിരോധവുമില്ല. പക്ഷെ ആരെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, അതാണ് പറയേണ്ടത്. അവിടെ ആരെയും അദ്ദേഹം കബളിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് സാധാരണക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പത്രക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് യഥാർത്ഥ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. സാധാരണക്കാരൻ്റെ അവസ്ഥ പണ്ടത്തേക്കാളും ശോചനീയമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം. അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മിനിമം മലയാളികൾക്കെങ്കിലും സാധിക്കണം. കാരണം ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ രാജ്യം എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെ രക്ഷപ്പെടും?